നമ്മുടെ അനിമോളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ബിഗ് ബോസ് കപ്പടിച്ചു എന്ന കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ എത്രമാത്രം നുണകളാണ് പറഞ്ഞിട്ടുള്ളതെന്നറിയോ? വിനുവുമായിട്ട് ഒരു ബന്ധവുമില്ല, വിനുവിനെ അറിയില്ല, ഇപ്പോഴത്തെ പരിചയപ്പെട്ടത്. ഇങ്ങനെ പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ വീട്ടിനകത്ത് കയറ്റി ഭക്ഷണം കൊടുക്കുക? ചോദിക്കട്ടെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിയാത്ത ആളുകളെ വീട്ടിനകത്തൊന്നും കയറ്റാറില്ലേ? നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടോക്കിയേ. നല്ല ഫുഡ് ഞാൻ 5 ലക്ഷം രൂപ കൊടുക്കാണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞിരിക്കല്ലേ വിനു. ചെക്കാറ്റ് വേണോ കാശ് ഇട്ടണോ? കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഭക്ഷണം കഴിക്കുന്നു, എന്തൊരു സൗഹൃദം വന്ന് നോക്കിയേ. അതുകൂടാതെ തന്നെ ബിഗ് ബോസ് കപ്പടിച്ച് പുറത്തു വന്നപ്പോൾ കെട്ടിപ്പിടിക്കുന്നു. ഒരു പരിചയമില്ലാത്ത ആൾക്കാർ അങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇല്ല. അതാണ് അനിമോളുടെ ഒരു പ്രത്യേകത. നുണകൾ കൊണ്ട് കൊട്ടാരം കൂട്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ ചീട്ട് കൊട്ടാരം പോലെ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഓരോ ആളുകൾ പുറത്തേക്ക് ഇങ്ങനെ പറയുന്നില്ലേ? റണ ഫാത്തിമ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? എന്തിന് പറയുന്നു? കുത്തിത്തിരിപ്പ് ബിന്നി എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയ ബിന്നി പറഞ്ഞ കാര്യങ്ങളും ശരിയായില്ലേ? അപ്പോൾ ഒരുപാട് നുണകൾ പറയുന്നു. നുണകൾ പറയാൻ വേണ്ടി ദൈവത്തെ കൂട്ടുപിടിക്കുന്നു. എമ്മാതിരി ഉളത്തരാന്ന് ആലോചിച്ചൊക്കെ. അതുകൂടാതെ രണ്ടാമത്തെ കാര്യമാണ് ഭക്ഷണത്തിൻ്റെ കാര്യം. എനിക്ക് ഭക്ഷണം വയ്ക്കാൻ അറിയില്ല എന്നുള്ളത്. എന്നാൽ MG ശ്രീകുമാറിൻ്റെ പ്രോഗ്രാമിലും കാർത്തിക് സൂര്യയുടെ പ്രോഗ്രാമിലും ഒക്കെ അവർ വന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന കഥ പറയുന്നു, ഉണ്ടാക്കി കൊടുക്കുന്ന എന്തൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു നുണയും കൂടി പൊളിച്ചടക്കുന്നത് കാണണ്ടേ? ഒന്ന് കണ്ടോക്കിയേ. MG ശ്രീകുമാറിന്റെ ഒരു സംഭവം അത് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അതിനകത്ത് എന്താണ് അത്, എങ്ങനെ ഒരു സംഭവം നടന്നതാണോ? ഞാൻ കണ്ടോ വീഡിയോ. പുള്ളിയുടെ കുക്കി അറിയാമെന്ന് ചോദിച്ചപ്പോ മോശമല്ലേ നമ്മൾ ഒരാളുടെ മുന്നിൽ പോയി കുക്കി അറിയില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കി. കൂടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. അയല. അപ്പം പുള്ളി അങ്ങനെ ഞാൻ ചേട്ടനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട ഉണ്ടാക്കാൻ. വലിയ കാര്യത്തിന് എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം, ഇതുണ്ടാക്കാൻ അറിയാം, ഞാൻ തള്ളിയതാ. അത് വലിയ പണിയായിട്ട് ഒരു എനിക്കറിയില്ല. പണിയൊന്നുമില്ല, കുഴപ്പമില്ല, എനിക്കൊന്നും വലിയ കാര്യമില്ല. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഭക്ഷണം വെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത് നുണ, ഭക്ഷണം വെക്കും എന്ന് പറഞ്ഞത് നുണ. എന്താണ് അപ്പോൾ ശരിക്ക്? അനിമോൾ എന്ന് പറയുന്ന വ്യക്തി നുണകൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. നുണ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബിഗ് ബോസിനകത്ത് എന്ത് നല്ല കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്തിട്ടാണ് അനിമോൾ ഇത്രയും മാത്രം ആളുകൾ ഇങ്ങനെ പൊക്കി പറയുന്നത്? ഓക്കെ, ശരിയാണ്, സീരിയലാണെങ്കിലും ടമ്മാർപ്പാടാറാണെങ്കിലും നമുക്കിഷ്ടമായിരുന്നു, അതത്രയേ ഉള്ളൂ. പിന്നെ കോളേജ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരുന്നു അത്രേ. എന്നാൽ ബിഗ് ബോസിനകത്ത് കുൽസിതം കുത്തിപ്പൊക്കിയത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതൊക്കെ ഇപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ എല്ലാം അനിമോളുടെ ഡ്രാമയായിരുന്നു എന്ന് മനസ്സിലാവുന്നു. അതുകൂടാതെ തന്നെ ഒരു പെണ്ണിന് കരയാൻ അത്രമാത്രം സമയമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഡ്രാമയാണ് അതെന്ന് പറയുന്ന ഒരു വ്യക്തി 24 മണിക്കൂറും കിടന്ന് കരയായിരുന്നു അല്ലേ? അപ്പോൾ എല്ലാം കൊണ്ടും മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കി ഒരുപാട് വീട്ടമ്മമാരെ കയ്യിലെടുത്തുകൊണ്ട് ജയിച്ചങ്ങ് പോയി. ഇപ്പോൾ അനീഷേട്ടൻ റണ്ണറപ്പാണല്ലോ അല്ലേ? നമ്മൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ കപ്പടിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തികളാണ് എന്നുള്ളതാണ്. അയാൾ ഇപ്പോൾ കപ്പടിച്ചില്ല, പക്ഷേ അയാൾക്ക് കിട്ടുന്ന സ്വീകരണത്തിലൊന്നും ആളൊന്നും പറയുന്നില്ല എന്നായിരുന്നു ആദ്യത്തെ പ്രശ്നം. ഇപ്പോൾ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു എന്നൊരു 4 തവണ ആവർത്തിച്ച് കഴിഞ്ഞാൽ അയാൾ ആരായി? റോബിൻ രാധാകൃഷ്ണനായി. എന്താണ് റോബിൻ രാധാകൃഷ്ണൻ്റെ ഒരു കുഴപ്പമുള്ളത്? ആ ഒരു ചീറിപ്പൊളിക്കൽ മാത്രമല്ല പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഒരു PR പോലും കൊടുക്കാതെ അയാൾ അത്രമാത്രം ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ? ഇവിടെ അനീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അവസ്ഥ അത് തന്നെയല്ലേ? PR ഒന്നും കൊടുക്കാതെ തന്നെ ജനങ്ങൾ അത്രത്തോളം നെഞ്ചിലേറ്റിയില്ലേ? ഇനി അനീഷേട്ടൻ PR കൊടുത്തു എന്ന് നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഒരു തെളിവ് കൊണ്ടുവരിക ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്താ പറയുകയെന്ന് വെച്ചാൽ, അനീഷേട്ടൻ്റെ PR വർക്കുകൾ നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ PR വർക്ക് കണ്ടിട്ടുള്ളത് അനിമോളുടെ മാത്രമായിരിക്കും. അനിമോളുടെ കരച്ചിലുകൾ, ഈ റീല് മാത്രം കാണുന്ന ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് വോട്ട് കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ ദിവസം അനിമോൾ തന്നെ ഒക്കെ തുറന്ന് പറയുകയാണ്, എനിക്ക് അങ്ങനെ പറയാൻ തോന്നി, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറയാൻ തോന്നി, ഇങ്ങനെ പറഞ്ഞു, കപ്പ് എൻ്റെ പോക്കറ്റിൽ എത്തിയില്ല, ഇനി നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി. ഇവിടെയുള്ള ആളുകളെ പൊട്ടന്മാരാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അനിമോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കരച്ചിലാണ് എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ സമയവും നിങ്ങളുടെ പൈസയാണ് നഷ്ടപ്പെട്ടുള്ളത്, ഡാറ്റേ. അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ പല ആളുകളും തെറി വിളിച്ച ആളുകൾ ഇപ്പോൾ തിരിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയില്ലേ? ഇപ്പോൾ അതിർലോകാണെങ്കിലും ഒരുപാട് ആളുകളാണെന്നുണ്ടെങ്കിൽ വീഡിയോ തിരിച്ചു, രാജേട്ടൻ തിരിച്ചു. അതിനിടയിൽ അനീഷേട്ടൻ ഒരു സ്ത്രീകൾക്ക് എതിരെ സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾ രംഗത്ത് വന്നു. എന്നാൽ അനീഷേട്ടൻ അതെന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പോലും നിങ്ങൾ ആരും കേട്ടിട്ട് പോലും ഇല്ല, മുഴുവൻ പറയാൻ സമ്മതിച്ചിട്ടില്ല. പുരുഷനും അതുപോലെ ലീവ് കൊടുക്കണം എന്ന് പറയുന്നത് ഭർത്താവിനും ലീവ് കൊടുക്കട്ടെ ഭാര്യയുടെ കൂടെ എന്നാണെങ്കിലും. ഇനി മറ്റൊരു കാര്യം പറഞ്ഞേക്കാം, അതായത് 6 മാസം ഇവർക്ക് ലീവ് ഉണ്ട്, ലീവോട് കൂടി ശമ്പളം ഉണ്ട്. സത്യത്തിൽ എൻ്റെ ഒരു ആവശ്യം അവർക്ക് 1 വർഷം ലീവ് കൊടുക്കണം, ശമ്പളം കൊടുക്കണം എന്ന് തന്നെയാണ്. പക്ഷേ ഇവരുടെ ഈ ലീവ് കാലയളവ് ലീവായിട്ട് പരിഗണിക്കാതെ ഇവർക്ക് എന്താ കൊടുക്കുന്നത് അറിയോ? അവർക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അവരുടെ സർവീസിലേക്ക് അത് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്, പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് അനീഷേട്ടൻ പറയുന്നത്. അനീഷേട്ടൻ മാത്രം പറയുന്നതാണോ? അല്ല, ഒരുപാട് ഗവൺമെൻറ് ജീവനക്കാർ പറയുന്നതാണ്.
നമ്മളിപ്പോഴും ഉറച്ചു നിൽക്കുന്നത് സ്ത്രീകൾക്ക് 1 വർഷത്തോളം ലീവ് കൊടുക്കണം തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ കൊടുക്കണ്ടേ, അത് വേണ്ടേ. പുരുഷന്മാർക്ക് കൂടെ സപ്പോർട്ടിന് ലീവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ. എല്ലാം ഗവൺമെൻറ് ജോലി വെച്ചിട്ടല്ലേ കളിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അനീഷേട്ടനെ കുറ്റം പറഞ്ഞ ആളുകൾ ഗവൺമെൻറ് ജോലി അല്ലാത്ത തന്നെ പ്രൈവറ്റ് സ്ഥലങ്ങളിൽ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈ ഗർഭാവസ്ഥയിൽ ലീവ് കൊടുക്കുന്നുണ്ടോ? നിങ്ങളത് അന്വേഷിക്കണ്ടേ, അതും കൂടി നോക്കണ്ടോ. എനിക്കൊന്നേ പറയാനുള്ളൂ, അനുമോള് അനീഷേട്ടനേക്കാൾ വലിയ ഫ്രോഡാണ്. അനീഷേട്ടൻ ഫ്രോഡല്ല എന്ന് നമുക്ക് ഫുള്ളായിട്ടൊന്നും പറയാൻ പറ്റില്ല. ചെറിയ ഫ്രോഡത്തര ഏത് മനുഷ്യനുണ്ടോ. പക്ഷേ അനീഷേട്ടനേക്കാളും ഒരു 99 ഇരട്ടി നുണകൾ പറഞ്ഞുകൊണ്ട് 99 ഇരട്ടി ഫ്രോഡത്തരം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരൊറ്റ വ്യക്തിയാണ് അനുമോൾ. അനുമോൾ ആ കപ്പിന് ഡിസർവ് അല്ല എന്ന് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങിയില്ലേ. അത് എനിക്ക് പറയാനുള്ളൂ. വോട്ട് ചെയ്ത എല്ലാവരും ഇപ്പോൾ ആരായി? അതായി. അപ്പോൾ വീണ്ടും വരെ പുതിയ അപ്ഡേഷനായിട്ട് അതുവരെ സന്ദീപ് ഡപ്പോൾ സൈനിങ് ഓഫ്.